കനത്ത വേനലിലേക്ക് നീങ്ങുമ്പോൾ വെള്ളത്തിന്റെ കാര്യത്തിൽ ആശങ്കയോടെ ഷൊർണൂർ അഗ്നിരക്ഷാസേന. പാലക്കാട് കഞ്ചിക്കോട് സ്റ്റേഷൻ കഴിഞ്ഞാൽ വേനൽക്കാലത്ത് തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഫോൺ വിളികൾ എത്തുന്ന അഗ്നിരക്ഷാ നിലയമാണ് ഷൊർണൂരിലേത്. ജല അതോറിറ്റിയുടെ വെള്ളം നിലവിൽ ലഭ്യമാണെങ്കിലും ഇടയ്ക്കിടെ ഉണ്ടാകുന്ന പൈപ്പ് പൊട്ടലും മോട്ടോർ പ്രശ്നങ്ങളും അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർക്ക് തലവേദനയാണ്. അടിയന്തര സാഹചര്യത്തിൽ ദ്രുതഗതിയിൽ പ്രശ്നം പരിഹരിക്കാൻ ജല അതോറിറ്റി നടപടിയെടുക്കാത്തതാണ് പ്രശ്നം. ഷൊർണൂർ നഗരസഭാ പ്രദേശങ്ങളിൽ അത്യാവശ്യഘട്ടങ്ങളിൽ ഹൈഡ്രന്റ് സ്ഥാപിക്കാത്തതും തിരിച്ചടിയായി. ജനത്തിരക്കുള്ള നഗരങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ ഹൈഡ്രന്റ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഷൊർണൂരിൽ ലഭ്യമല്ല. അതിനാൽ അത്യാവശ്യഘട്ടങ്ങളിൽ അഗ്നിരക്ഷാസേനയ്ക്ക് ഷൊർണൂരിൽ ഹൈഡ്രന്റ് സേവനം ഉപയോഗപ്പെടുത്താനും കഴിയില്ല. ഷൊർണൂർ, ഒറ്റപ്പാലം, ചെർപ്പുളശ്ശേരി തുടങ്ങിയ 3 നഗരസഭകളും 10 പഞ്ചായത്തുകളുമാണ് ഷൊർണൂർ അഗ്നിരക്ഷാ യൂണിറ്റിന്റെ കീഴിൽ വരുന്നത്. ജല അതോറിറ്റിയെ മാത്രം ആശ്രയിച്ചതിനാൽ 2 ലക്ഷത്തിലധികം രൂപയുടെ കുടിശ്ശികയും നിലവിലുണ്ട്. 50-ലധികം ഉദ്യോഗസ്ഥരുള്ള അഗ്നിരക്ഷാ നിലയത്തിൽ അവരുടെ ആവശ്യങ്ങൾക്കായി കുഴൽക്കിണറിനെയാണ് ഇപ്പോൾ ആശ്രയിക്കുന്നത്. ഒരു വർഷത്തിൽ 350-ലധികം ഫോൺ കോളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇതിൽ 200-ലധികം ഫോൺ വിളികളും ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ്. ജല അതോറിറ്റിയുടെ പൈപ്പുകൾ പണിമുടക്കുമ്പോൾ അഗ്നിരക്ഷാസേന വെള്ളത്തിനായി മറ്റു മാർഗം തേടേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. തൃശൂർ ജില്ലയുടെ ചെറുതുരുത്തി പോലുള്ള പ്രദേശങ്ങൾക്കും ഷൊർണൂരിൽ നിന്നുള്ള യൂണിറ്റിന്റെ പ്രവർത്തനമാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഒരു മൊബൈൽ ടാങ്കർ യൂണിറ്റും 2 മിനി മൊബൈൽ ടാങ്കർ യൂണിറ്റും ഒരു മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ അടക്കം 7 വാഹനങ്ങളാണ് ഫയർ സ്റ്റേഷനിലുള്ളത്. UTV ന്യൂസ്, പാലക്കാട്.